ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റോഡ് ഷോ. MLA മാരും റോഡ് ഷോയിൽ പങ്കെടുത്തു. ദേശീയപാത കേരളത്തിന്റെ നേട്ടമല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമെന്ന് PA മുഹമ്മദ് റിയാസ് 24-നോട് പ്രതികരിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോഴും തുടരുകയാണ്. മിനിസ്റ്ററെ, പ്രതിപക്ഷമടക്കം പറഞ്ഞിരിക്കുന്നത്, അതായത് കേന്ദ്രം കാണിച്ച പരിപാടി ചീപ്പായി പോയി എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത്. അപ്പോൾ ഒരു പിന്തുണയും മിനിസ്റ്റർ കൊണ്ട് പ്രതിപക്ഷത്തുനിന്ന് പോലും എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുക? അല്ല, ഇതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട പ്രശ്നമാണല്ലോ. ഒരു ദേശീയപാത ഉദ്ഘാടനം അതെല്ലാവർക്കും എല്ലാവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 5600 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പണം ചെലവഴിക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. പിന്നീട് എല്ലാവരും ചേർന്നിട്ടാണ്, ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നുമില്ല, എല്ലാ MLA മാരും എല്ലാവരും ചേർന്ന് എല്ലാവരും കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ഇടപെട്ടത്. അപമാനിച്ചത് ഒരു മന്ത്രിയെയല്ല, നാടിനെയാണ്, നാട്ടിലെ ജനങ്ങളെയാണ്. പകരം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പരിപാടിയിലെ മുഖ്യാതിഥിയാകുന്നു. വ്യക്തി അധിക്ഷേപം നടത്തി മറുപടി പറയുക, രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെ പങ്ക് വഹിച്ചിട്ടുണ്ട്, അതൊരു വസ്തുതയാണ്. 5600 കോടി രൂപ അന്ന് ചെലവഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഇല്ല. ഇതിന് തുടർച്ചയായി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഇല്ല. അതെല്ലാവർക്കും അറിയാം. അതിങ്ങനെ പൊക്കി പിടിച്ച് നടക്കൽ അല്ല ഞങ്ങളെ പണി, പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഞങ്ങളെപ്പോഴും അത്തരം നിലപാടാണ് സ്വീകരിക്കുക, എല്ലാവരും യോജിപ്പിച്ച് പോകുന്ന നിലപാടാണ് സ്വീകരിക്കുക. ഇപ്പോൾ ഈ ഉദ്ഘാടന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ ഇരുന്നത് കൊണ്ട് വേറൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പോലും ചിന്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണോ അവർ ശരിക്കും നടത്തുന്നത്? ഞാനത് എങ്ങനെയപ്പോൾ അതിനൊക്കെ പറയും? ഇതൊക്കെ വിവരക്കേടല്ലേ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ വിവരക്കേടാണ്. അത് മനസ്സിൻ്റെ വലുപ്പത്തിൻ്റെ പ്രശ്നമാണ്, മനസ്സിൻ്റെ വലുപ്പമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അതാണ് ഇതിലൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് ജനങ്ങളാകെ അറിയുന്നതല്ലേ. ഇതിൽ മുഖ്യമന്ത്രി വഹിച്ച പങ്ക്, ഗവൺമെൻറ് വഹിച്ച പങ്കൊക്കെ ജനങ്ങളാകെ അറിയുന്നതല്ലേ. ആരെങ്കിലും ചവിട്ടി പുറത്താക്കി ഉദ്ഘാടന പരിപാടി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ജനങ്ങൾ വസ്തുത കാണില്ല എന്നാണോ? ജനങ്ങളിതെല്ലാം അറിയുന്നതല്ലേ. അപ്പോൾ അതിനങ്ങനെയേ കാണുന്നുള്ളൂ. പക്ഷേ ഇതൊരു പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. ഈ ബൈപ്പാസ് തന്നെ എന്തൊക്കെ തടസ്സം ഉണ്ടായിരുന്നു. ഇവിടുത്തെ 2 MLA-മാർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ അഹമ്മദ് ദേവർകോവിലും. പലതും ഇടത്തുമായിട്ട് ഈ ജീപ്പിലുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാൻ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാൽ കുണ്ടും കുഴിയും കുഴപ്പവും കരാറുകാരൊന്നുമില്ലല്ലോ. എന്തെല്ലാം ശ്രമമായിരുന്നു നടത്തി. ഇതൊക്കെ ഈ നാടിനെ അറിയില്ലേ. അപ്പോൾ ഏതെങ്കിലും ഉദ്ഘാടന പരിപാടി നിന്ന് മാറ്റിയത് കൊണ്ട് ആ പരിപാടി കൊണ്ടുവന്ന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടിനെ കാണാതെ ജനങ്ങൾ പോകുമെന്ന് കരുതുന്നവർ അവർ അത് കരുതി മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ഇത് കേരളമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിലായിരുന്നു ഈ രീതിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതിഷേധ റോഡ് ഷോ. ആ റോഡ് ഷോ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ആ റോഡ് ഷോ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതിനിധി അജി കുഞ്ഞുമോൻ മന്ത്രിയുമായി സംസാരിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.